ഇൻസ്പിറേഷൻ എന്താണ്? പിന്നെ ഇപ്പോൾ അതിന് ഇതായിട്ട് കുറേ ട്രോൾസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പം അതിനെന്താണ് മാമിന് പറയാനുള്ളത്? മേക്ക് ഓവറിൻ്റെ ഇൻസ്പിറേഷനും കൂടെ എന്താണെന്ന്? മേക്ക് ഓവറിനാണ് ഇൻസ്പിറേഷനൊന്നുമില്ല. ഞാൻ കുറച്ച് നാളത്തേക്ക് സിനിമ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പം നമുക്ക് ഇത് കരിയറാണ്. ആസ് എൻ ആക്ടർ ദിസ് ഇസ് മൈ കരിയർ. അല്ലാതെ എനിക്കൊരു പേഴ്സണൽ ലൈഫുണ്ട്. അത്ര എനിക്കിവിടെ പറയാനുള്ളൂ. എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ എന്താണ് എന്നെ ഇൻസ്പയർ ചെയ്തതെന്നുള്ളത് എല്ലായിടത്തും വിവരിക്കേണ്ട ഒരു ആവശ്യകത ഇല്ലെന്ന് തോന്നുന്നു. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കോളേജ് വിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയും തിരക്കും ജോലി കാര്യങ്ങളൊക്കെ മാത്രമായിട്ടുള്ളൊരു ലോകത്തേക്ക് നിങ്ങൾ പോകും. അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് ഒരു പേഴ്സണൽ ലൈഫ് എല്ലാവരും അതിന് സമയം കണ്ടെത്തണം. സൗഹൃദങ്ങളും എന്താ പറയുക, ട്രാവലും എക്സ്പീരിയൻസസും എല്ലാം കൂടി ചേർന്നതാണ് ജീവിതം. കരിയർ കൊണ്ട് മാത്രം നമുക്ക് എന്താ പറയുക ജീവിതം മുന്നോട്ട് നയിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാ ഘടകങ്ങളും വേണം, അല്ല എല്ലാ ചേരുവകളും വേണം, എന്നാലല്ലേ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ജീവിതത്തിൻ്റെ ഒരു എന്താ റിഫ്ലക്ഷനാണ് എപ്പോഴും സിനിമ. അപ്പം അതിലും കൂടി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പം എന്താണ് ആക്ച്വലി സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ? ഓക്കെ, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് എന്ന് തോന്നുന്ന ഒരു ഇനി ജോൺറ അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾവേസ് എ ഗട്ട് ഫീലിംഗ്. സോ ട്രസ്റ്റ് യുവർ ഗട്ട്. ട്രസ്റ്റ് യുവർ ഗട്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ സ്ക്രിപ്റ്റിംഗ് അല്ലേ, ഒരു ലൈഫ്. അതായത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിന് പോലും എന്താ പറയുക ഒരു ഐഡിയോളജി ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര സുന്ദരനായിട്ടുള്ളൊരു പുരുഷൻ നമ്മുടെ മുന്നിൽ നിന്നാലും ഉള്ളിന്ന് തോന്നണ്ടേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഉള്ളിന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണല്ലോ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. അതെവിടെയാണോ നമുക്ക് അത് നമ്മളോട് സംസാരിക്കും. It's all about